പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ വിളിച്ച് വാർത്താ സമ്മേളനം പറയുന്ന കാര്യം വിശദീകരിക്കേണ്ടതില്ല എന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ വിളിച്ച വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ കാര്യങ്ങളിലൊക്കെ ചർച്ചയിൽ ഭാഗമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ പ്രതിരോധത്തിലാണ് എന്ന കാര്യം വ്യക്തമാവുകയാണ്. ഇപ്പൊ ആ നേതാവ് ഇതിനല്ലേ പറഞ്ഞത്, ഈ നേതാവ് പക്ഷെ അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഏതു നേതാവിനെ തള്ളും ഏതു നേതാവിനെ കൊള്ളും എന്നൊരു പ്രതിസന്ധി പാർട്ടിക്ക് മുന്നിൽ നിൽക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം എന്നുകൂടി വിചാരിക്കുന്നു. സോ എൻ വി ബാലകൃഷ്ണൻ, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. എൻ്റെ ഒരു ചോദ്യത്തെ വളരെ ചാതുര്യത്തോടു കൂടി ഒഴിവാക്കാനും അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. സോ എൻ വി ബാലകൃഷ്ണൻ പക്ഷെ പ്രകടമാണ് ഒന്ന് കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നിലപാട് വ്യക്തമാക്കുകയാണ് ഈ കാര്യത്തിൽ. ഞങ്ങൾ അഴിമതി കാണുന്നില്ല, എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവില്ല എന്ന് KP ജയരാജൻ പറയുകയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു വ്യത്യസ്താഭിപ്രായം വളരെ ശക്തമായ ഒരു വലിയ ചേരിയുടേതായി ഉണ്ടാകുന്നു. ഇപ്പുറത്തായ പിണറായി വിജയനും പരമാവധി ഗോവിന്ദൻ മാസ്റ്റർ എന്ന നിലയ്ക്ക് ആ അഭിപ്രായം ചുരുക്കപ്പെടുന്നു എന്ന് കാണണോ? മാധു, ജേക്കബ് സാർ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് കൃത്യമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് CPM-നകത്തെ വിഭാഗീയതയേക്കാൾ ഉപരി ഈ കരാർ തന്നെയാണ്. അതിലൊന്നും ഒരു സംശയവും ആർക്കും ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ ആ കരാർ ചർച്ച ചെയ്യേണ്ട സമയത്ത് ജേക്കബ് സാർ ഉൾപ്പെടെയുള്ളവർ അത് ചർച്ച ചെയ്തിരുന്നില്ല എന്നതാണ് വസ്തുത. നമുക്കറിയാം 2015 ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാവുന്ന കരാറാണ്. അതിനുശേഷം അന്ന് ആ കരാർ ഉണ്ടായിരുന്ന സമയത്ത് 60,000 കോടിയുടെ അഴിമതി എന്നാണ് ദേശാഭിമാനി ഉൾപ്പെടെ ഹെഡിങ് എഴുതിയത്. വലിയ കടൽക്കൊള്ളയാണ് നടക്കുന്നതെന്നൊക്കെ അന്ന് CPM അതെ 6,000 കോടിയുടെ 6,000 കോടിയുടെ കടൽക്കൊള്ള അങ്ങനെയാണെന്ന് എഴുതിയത്. അതുമാത്രമല്ല, ആ നിലയിലാണ് അന്ന് CPM വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ കരാറിലേക്ക് പോകുമ്പോൾ. അതിനെ തുടർന്ന് അധികാരത്തിൽ വന്നിട്ടുള്ള പിണറായി ഗവൺമെൻറ് 2 ഉപകരാറുകൾ പിന്നീട് അതിലൂടെ കൂട്ടിച്ചേർക്കുകയും അങ്ങനെയാണ് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തുള്ള ബൈൻഡിങ് ആയിട്ടുള്ള വ്യവസ്ഥയാണ് 5-3 പ്രകാരം ഇതിനകത്ത് ഷെയർ 25% വരെ നേരിട്ടും അതിനുശേഷം മുകളിലോട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി കൂടിയും ചെയ്യാം എന്നുള്ളതൊക്കെ ആ കരാറിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ വ്യവസ്ഥകൾ കരാറിനകത്ത് വെക്കുമ്പോൾ ഇതാരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. തീർച്ചയായും അങ്ങനെയാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നാണല്ലോ വെപ്പ്. സ്വാഭാവികമായും ഈ കരാർ ഇടകീറി പരിശോധിച്ച് അത് ആരുടെ താല്പര്യം സംരക്ഷിക്കും എന്ന് പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട ഇടതുപക്ഷം അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഉമ്മൻചാണ്ടി 40 വർഷത്തേക്ക് കരാർ ഉണ്ടാക്കുന്നത് 45 വർഷത്തേക്ക് കരാറാക്കി കൊടുക്കുന്നത്, അത് പിന്നീട് ഒരു 20 വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്, ഇങ്ങനെയൊക്കെ ആ കരാറിനെ സമ്പൂർണ്ണമായി അദാനിക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കുക മാത്രമല്ല അദാനി നമ്മുടെ പാർട്ട്ണറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് CPM കൊണ്ടെത്തിച്ചത്. അതായത് തങ്ങൾ പ്രതിദാനം ചെയ്യേണ്ട ഒരു രാഷ്ട്രീയം പ്രതിദാനം ചെയ്തില്ലെന്ന് മാത്രമല്ല, അദാനിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അദാനി AKG സെൻറ്ററിൽ വന്ന് സംസാരിക്കുന്നു, തുടർന്നുണ്ടാവും സംസാരിക്കുന്നു. നമുക്കറിയാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഡീലിങ്ങുകളെ കുറിച്ചൊക്കെ നമുക്ക് പൊതുവായി സാമാന്യമായ മനുഷ്യർക്കറിയാം. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ജനതയെ പ്രതിരോധിക്കേണ്ട പ്രസ്ഥാനം അത് ചെയ്തില്ല. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ചെയ്യാതിരിക്കുമ്പോഴും CPM മനസ്സിലാക്കാതെ പോകുന്നത്. എൻ്റെ ഏറ്റവും പറയാവുന്നൊരു കാര്യം അതാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ വെറും ഈ പറയുന്ന പ്രിന്റ് മീഡിയ ഒക്കെ ഉള്ളൊരു കാലത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന നടത്തിയാൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അതങ്ങ് വിശ്വസിക്കും. കാരണം CPM-ന്റെ ഒരു നേതാവ് കളവ് പറയില്ല എന്നൊരു ധാരണയിൽ അവർ നിൽക്കും. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി അതല്ല. CPM-ന് അകത്ത് നടക്കുന്നതും പുറത്ത് നടക്കുന്നതും ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഏത് സാധാരണക്കാരും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ട് ഈ കരാറിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ വെറുതെ ഗൂഗിൾ എടുത്തൊന്ന് അടിച്ചു നോക്കിയാൽ കരാർ എന്താണ്, അതിനകത്തെ വ്യവസ്ഥ എന്താണെന്ന് ഓരോ സാധാരണ മനുഷ്യനും മനസ്സിലാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 5.3 ഒക്കെ അവർക്ക് വായിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ അവധാനതയോടെ ഗൗരവത്തോടെ, ആളുകൾ വിഡ്ഢികളല്ല, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ നിലവിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ബാധ്യതമാണ്. പക്ഷേ CPM-ന് ഇപ്പോഴും മനസ്സിലാവാത്തത് അതാണ്. ഒരു തെരഞ്ഞെടുപ്പിലെ അതിഭയാനകമായ പരാജയം, അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. അത്തരം ഒരു വലിയ CPM ഒന്നും പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇനി സംസാരിച്ചു. Debate with Madhu Saji.